ആലപ്പുഴയിൽ തുറവൂർ താലൂക്ക് ആശുപത്രി ഉദ്ഘാടനത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. മന്ത്രിപക്ഷ പരിപാടി ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അവിടെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ക്ഷേമകാര്യ ചെയർമാനും തലയ്ക്ക് പരിക്കേറ്റു എന്ന വിവരം കൂടി വരികയാണ്. CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമാണ് അവിടെ സംഭവിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയാണ്. നിർമ്മാണം പൂർത്തിയാക്കാതെ ഉദ്ഘാടനം നടത്തുന്നു എന്നാരോപിച്ച് ഉള്ള പ്രതിഷേധമായിരുന്ന ദൃശ്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. മനീഷ് മഹിപാൽ വിവരങ്ങളുമായുണ്ട്. മനീഷ്, എങ്ങനെയാണ് ഈ പരിപാടി സംഘർഷത്തിലേക്ക് നീങ്ങിയത്? അവിടെ ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം എത്തുകയായിരുന്നു. ആലപ്പുഴ തുറവൂരിൽ താലൂക്ക് ആശുപത്രി ഉദ്ഘാടന വേദിക്ക് മുന്നിലാണ് കോൺഗ്രസ് CPM സംഘർഷമുണ്ടായത്. മനീഷ് മഹിപാൽ, കേൾക്കാമോ? കേൾക്കാം. ഇന്ന് രാവിലെ 10 മണിക്കായിരുന്നു തുറവൂർ താലൂക്ക് ആശുപത്രി, അത് 51 കോടി രൂപയ്ക്ക് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ഇന്ന് ഓൺലൈനായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കുന്ന സമയത്താണ് ഈ വലിയ ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതായത് ഈ ആശുപത്രി കെട്ടിടം പൂർണ്ണമായും നിർമ്മാണം നടത്താതെയാണ് ഉദ്ഘാടനം ഈ തെരഞ്ഞെടുപ്പിനെ പ്രമാണിച്ചുകൊണ്ട് അതിന് മുന്നോടിയായി പെട്ടെന്ന് ഇത് നടത്തി തീർക്കാനുള്ള ശ്രമമാണ് ഈ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് ആരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ എത്തിയത്. അങ്ങനെയാണ് ഇതിനെ തടയാൻ വേണ്ടി, അതായത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കാൻ എത്തിയപ്പോൾ CPM പ്രവർത്തകർ ഇവരെ നേരിടാൻ വേണ്ടി എത്തി. അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകരും CPM പ്രവർത്തകരും തമ്മിലുള്ള കയ്യാങ്കളിയായി പോലീസ് അവിടേക്ക് എത്തി. അങ്ങനെ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ക്ഷേമകാര്യ ചെയർമാനും തലയ്ക്ക് പരിക്ക് പറ്റി എന്നുള്ളതാണ്. ഈ CPIM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുള്ള കയ്യാങ്കളിയിലാണ് പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK രാജേന്ദ്രനും ക്ഷേമകാര്യ അധ്യക്ഷൻ ഗൗരീശനുമാണ് നിലവിൽ തലയ്ക്ക് പരിക്കേറ്റിട്ടുള്ളത്. ഇപ്പോഴും അവിടെ സംഘർഷം തുടരുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. CPIM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ഈ ഉദ്ഘാടനം നടത്താൻ അനുവദിക്കില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി അങ്ങോട്ടേക്ക് ഈ തുറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയത്. പക്ഷേ ഇത് തടയാൻ വേണ്ടി എത്തിയത്, അതായത് ഉദ്ഘാടന വേദിക്ക് മുൻപിൽ പ്രതിഷേധിച്ചെത്തിയ BJP കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടനം നടത്താൻ വേണ്ടി എത്തിയ CPM പ്രവർത്തകരുമായി ഏറ്റുമുട്ടലായിരുന്നു. പട്ടണക്കാട് തുറവൂർ പോലീസ് അവിടെ എത്തിയെങ്കിലും ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ അധികം ഫോഴ്സ് കൂടി വേണ്ടി വന്നു. അങ്ങനെ കൂടുതൽ പോലീസിനെ ഇപ്പോൾ അവിടേക്ക് വിന്യസിച്ച് അവിടെ ഇപ്പോഴതാ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട്. എന്നാലും ഈ പറയുന്ന ഈ വേദിയിൽ നിന്ന് ഉദ്ഘാടന സമയത്ത് അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്ന ആളാണ് പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. അങ്ങനെ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേദി വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് CPM പ്രവർത്തകർ ഈ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നേരിടുകയും ഇയാളുടെ തലയ്ക്ക് പട്ടിക കൊണ്ട് അടിച്ചാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം തന്നെ തുറവൂർ പഞ്ചായത്തിലെ ക്ഷേമകാര്യ അധ്യക്ഷനായിട്ടുള്ള ഗൗരീശനും തലക്ക് പരിക്കേറ്റിട്ടുള്ളത്. ഈ രണ്ടുപേരെയും ഇതേ ആശുപത്രിയിൽ തന്നെ തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ തന്നെ ഈ രണ്ടുപേരെയും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തലയ്ക്ക് 2 തുന്നിക്കെട്ടിലാണ് ക്ഷേമകാര്യ അധ്യക്ഷൻ ഗൗരീശൻ ഉള്ളത്. സ്മൃതി, വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയായിരുന്നു. ഇപ്പോൾ ഏത് പാർട്ടിക്കാർക്കാണ് പരിക്കേറ്റത് എന്ന് വ്യക്തമാകുന്നില്ല. ആലപ്പുഴ തുറവൂരിലെ പ്രതിഷേധം, കോൺഗ്രസുകാർ അവിടെ പ്രതിഷേധവുമായി എത്തുന്നു. ആ പ്രതിഷേധം തടയാൻ CPM-കാരും എത്തുന്നു. അപ്പോൾ പോലീസിന് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ? പ്രതി ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം ഈ ഒരു സംഘർഷത്തിൽ പരിക്കേറ്റത് UDF പ്രവർത്തകർക്ക് തന്നെയാണ്. അതായത് UDF-ന്റെ ഭരണസമിതിയിലെ അധ്യക്ഷനാണ് ഈ പറയുന്ന പട്ടണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് അവിടേക്ക് എത്തി അധ്യക്ഷ സ്ഥാനം വഹിച്ചത്. പക്ഷേ ഈ അധ്യക്ഷൻ പ്രസംഗത്തിനിടെ ഭരണസമിതി, അതായത് ഈ ആശുപത്രി ഉദ്ഘാടനത്തെ സംബന്ധിച്ച് പ്രസംഗിച്ചതിൽ ആണ് പ്രകോപനമുണ്ടായത്. അങ്ങനെ CPM പ്രവർത്തകരാണ് UDF-ന്റെ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ മർദ്ദിച്ചത്, തലയ്ക്ക് പരിക്കേറ്റത്. അങ്ങനെ UDF-ന്റെ വികസനകാര്യ ക്ഷേമ അധ്യക്ഷനും UDF-ന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ ആശുപത്രിയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ആരോപണം ഇവിടെ ട്രോമാ കെയർ അടക്കമുള്ള സജ്ജീകരണങ്ങളില്ല. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു.